നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 4 മത്സരങ്ങളിൽ ഹാലൻഡ് ഗോളടിക്കാതിരുന്നപ്പോൾ ആ ഗോൾ മെഷീൻ ഓഫായി എന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ ഓഫായത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ആ ഗോൾ മെഷീൻ ഇനി വർക്ക് ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് ആഘോഷിച്ചവരുണ്ട്. അവർക്ക് എന്തായാലും ഇപ്പോൾ അത്ര നല്ല സമയമല്ല. സലാക്കൊപ്പം ഇതാ വീണ്ടും മത്സരിക്കുകയാണ് എർലിംഗ് ഹാലൻഡ്. ഒറ്റ ഗോളിൻ്റെ വ്യത്യാസമേ ഇപ്പോൾ ടോപ്പ് സ്കോറർ സ്ഥാനത്തിന് അവർ തമ്മിലുള്ളൂ. പക്ഷേ അസിസ്റ്റിൽ സല വേറെ ലെവലാണ്. സലയുടെ കളി വേറെ, ഹാലൻഡിൻ്റെ കളി വേറെ. എന്നാൽ പോലും എർലിംഗ് ഹാലൻഡിൽ നിന്ന് ഇനി ഗോളടി വരില്ല എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വച്ചേക്കുക. കഴിഞ്ഞ 2 കളികളിൽ നിന്ന് മാത്രമായിട്ട് അവൻ 3 ഗോളുകൾ അടിച്ചു കഴിഞ്ഞു. പ്രീമിയർ ലീഗിൻ്റെ ഗോളടി പട്ടികയിൽ സലാക്ക് മാത്രം പുറകിൽ, ഒറ്റ ഗോളിൻ്റെ പുറകിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നത്. ശരിയാണ്, ഒരു ഘട്ടത്തിൽ അവൻ ഒന്നാമതായിരുന്നു. സല പിന്നീട് കുതിച്ചെത്തി മുന്നോട്ട് വന്നതാണ്. എന്നാൽ പോലും 4 മത്സരങ്ങളുടെ ഗോൾ ഡ്രൗട്ടിൽ നിന്ന് അവൻ തിരികെ എത്തിക്കൊണ്ട് ഗോളടി വർഷം വീണ്ടും നടത്തുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ വീണ്ടും പ്രതീക്ഷകൾ നെയ്തെടുക്കുകയാണ്. 16 ഗോളുകളായി ഇപ്പോൾ എർലിംഗ് ഹാലൻഡിന് ഈ സീസണിൽ. ഔട്ട് ഓഫ് ഫോമുള്ള സീസണാണ് നോക്കുക. എന്നിട്ടും ഗോളടിയുടെ കണക്കെടുക്കുമ്പോൾ മുമ്പ് പലരും ഗോൾഡൻ ബൂട്ടൊക്കെ വാങ്ങിയിട്ടുള്ളത് ഈ ഗോളുകളുടെ എണ്ണം മാത്രം വെച്ചിട്ടായിരുന്നു എന്നതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. സീസൺ പകുതിയേ ആയിട്ടുള്ളൂ എന്നതും മറക്കേണ്ടതില്ല. 16 ഗോളുകൾ എർലിംഗ് ഹാലൻഡ് 2ാം സ്ഥാനത്ത്, 17 ഗോളുകളുമായിട്ട് മോസല തന്നെ 1ാമത്. അലക്സാണ്ടർ ഐസക്കും അതുപോലെ കോൾ പാൽമറുമൊക്കെ 13 ഗോളുകളുമായിട്ടാണ് പുറകിലുള്ളത്. ഇനിയിപ്പോൾ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ അത് പറയണമല്ലോ. സല 13 അസിസ്റ്റുകളുമായിട്ട് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ഏതായാലും ഹാലൻഡ് വീണ്ടും ഗോൾ അടിച്ച് തുടങ്ങി എന്നുള്ളതിൽ സിറ്റി ആരാധകർ ഹാപ്പിയാണ്. സിറ്റി വീണ്ടും വിജയവഴിയിലേക്ക് എത്തിയിട്ടുമുണ്ട്. അപ്പോഴും ലിവർപൂളിൻ്റെ തേരോട്ടം തന്നെയാണ് പ്രീമിയർ ലീഗിൽ എന്നത് സമ്മതിക്കണം. 18 കളികളിൽ നിന്ന് 45 പോയിൻ്റോടെ ലിവർപൂൾ 1ാമത് നിൽക്കുമ്പോൾ 20 കളികളിൽ നിന്ന് 34 പോയിൻ്റുള്ള മാഞ്ചസ്റ്റർ സിറ്റി 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്ന് ലിവർപൂളിന് കളിയുണ്ട്. എതിരാളികൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. യുണൈറ്റഡിൻ്റെ നിലവിലെ ഫോമും ലിവർപൂളിൻ്റെ നിലവിലെ ഫോമും വെക്കുമ്പോൾ ആര് വിജയിക്കും എന്നുള്ളത് ഊഹിക്കാൻ അത്ര പാടൊന്നുമില്ല. പക്ഷേ 90 മിനിറ്റ് കളത്തിൽ എന്ത് നടക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.